സഹോദരന്മാരെ, എക്സലൻ ടീമംഗങ്ങളെ, ഇന്ന് 78ാമത് സ്വാതന്ത്ര്യത്തിന്റെ പുലരിയിലാണ് നാം നിൽക്കുന്നത്. നമുക്കറിയാം, ഇവിടെ സൂചിപ്പിച്ചതുപോലെ വൈദേശിക ശക്തികളിൽ നിന്ന് അഹോരാത്രം പോരാടിയിട്ടാണ്, ഒരു നൂറ്റാണ്ടിന്റെ പോരാട്ടത്തിലൂടെയാണ് നമുക്ക് ഇന്ന് കാണുന്ന സ്വാതന്ത്ര്യം സംജാതമായിട്ടുള്ളത്. എല്ലായിടത്തും മറ്റു നാടുകളിലൊക്കെ തന്നെ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടുമ്പോൾ നമ്മുടെ രാജ്യത്ത് മതസൗഹാർദ്ദത്തോടെ ഏകോദര സഹോദരന്മാരെ പോലെ നമുക്ക് ജീവിക്കാൻ കഴിയുന്നു എന്നുള്ളത് വളരെ നമുക്ക് സന്തോഷിക്കാൻ കഴിയുന്നതാണ്. വിവിധ ജാതികൾ, വിവിധ മതങ്ങൾ എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നാണത്വത്തിൽ ഏകത്വം എന്ന പോലെ ഈ ഇത്രയും സന്തോഷത്തോടെയും അല്ലെങ്കിൽ സൗഹാർദ്ദത്തോടെയും നമ്മുടെ ഇന്ത്യയിൽ വസിക്കാൻ കഴിയുന്നു. പല ശക്തികളും ഈ സൗഹാർദ്ദത്തെ തകർക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടക്കുമ്പോഴും അതിനെയൊക്കെ തന്നെ നമ്മൾ ഒറ്റക്കെട്ടായിട്ടാണ് നേരിടുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് നമ്മൾ ആഘോഷങ്ങളൊക്കെ തന്നെ ഒഴിവാക്കിയിട്ട് നമ്മളെ ഈ സ്വാതന്ത്ര്യ ദിനം ഇതേപോലെയുള്ള ചടങ്ങായി മാറ്റിയിരിക്കുകയാണ്. നമുക്കറിയാം, വയനാട്ടിലുള്ള ദുരന്തം ഒരു രാത്രി കൊണ്ടാണ് ഒരു വിഭാഗത്തിന്റെ സ്വപ്നങ്ങളൊക്കെ തന്നെ മലവെള്ളപ്പാച്ചിലൂടെ ഇല്ലാതായി പോയിട്ടുള്ളത്. അവർ നൂറുകണക്കിന് ആളുകൾ ഇപ്പോഴും നമ്മൾ എവിടെയാണെന്നറിയാതെ കാണാനായിട്ട് നിൽക്കുകയാണ്. അവരുടെ ജ്വലിക്കുന്ന ഓർമ്മകളിലാണ് നാം ഇപ്പോഴുള്ളത്. അവരുടെ ഓർമ്മകൾ ഈ അവസരത്തിൽ നമുക്ക് പുതുക്കാം. ഇതേപോലെ തന്നെ നമ്മുടെ ഈ വ്യായാമമുറ നമ്മൾ ആരംഭിച്ചിട്ട് 1 വർഷം കഴിഞ്ഞിരിക്കുന്നു. നമുക്കറിയാം, ഇന്ന് ഇതൊരു സംസ്കാരമായിട്ട് വളരുകയാണ്. നമുക്കറിയാം, പല ആളുകളും നമ്മൾ പ്രതീക്ഷിക്കാതെ തന്നെ കുഴഞ്ഞു വീണ് മരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ വ്യായാമത്തിന്റെ പ്രാധാന്യം വളരെയധികം പ്രസക്തമാണ്. അതുകൊണ്ട് തന്നെ മുഴുവൻ ആളുകളെയും, നമ്മുടെ പരമാവധി ആളുകളെ നമ്മൾ ഇതിന്റെ ഈ വ്യായാമ മുറയിലേക്ക് ആകർഷിക്കുകയും അവരെ കൈപിടിച്ചു കൊണ്ടുവരികയും എല്ലാ പ്രദേശത്തും നമ്മൾ കഴിഞ്ഞ ദിവസം സ്കൂളിൽ വെച്ച് പ്രഖ്യാപിച്ചതുപോലെ നമ്മുടെ ഈ മണ്ഡലത്തിൽ 100 കണക്കിന് കേന്ദ്രങ്ങൾ നമുക്ക് തുറക്കാൻ കഴിയുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ എല്ലാവർക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ജയ് ഹിന്ദ്.